കുടു തൊട്ടു എന്നാ കുടു പറയും. അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും കുട്ടി പറയട്ടെ കുടു പറയട്ടെ. എന്താടാ കുഞ്ഞു പറ. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്ത് കഷ്ടം ആദി കുടു പയ്യത്തെ പഞ്ഞോളി. ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് നീ മിണ്ടാണ്ടിക്ക്. ഇങ്ങോട്ട് വാ, ഇപ്പുറത്തേക്ക് വാ. അത് കൂടെ മണങ്ങിപ്പോയി. പാവ ആദ്യകൂട്ടെ. ആദി വാടാ. ആദി വിളിക്കാൻ പോയതാ. വിളിക്കാൻ പോവാ. അവിടെ വിളിക്കാൻ പോയി. ഇൻട്രോ പറയണ്ട കൊടു പറയട്ടടാന്ന് പറഞ്ഞതിന് ആദ്യം പിണങ്ങിപ്പോയേ. ആദ്യം പിണങ്ങിപ്പോയപ്പോൾ ആദ്യനെ കൊടു വിളിക്കാൻ പോയതാ. കൊടു ആദ്യകൂട്ടം വന്നില്ല. എന്താ ആദ്യകൂട്ടം പറഞ്ഞേ? വരുന്നില്ല എന്ന് പറഞ്ഞു. ആണോ? ആദ്യകൂട്ടൻ എന്തേ? അകത്ത് പോയോ? സാരല്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്നലെ കുടഞ്ഞി വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ കാറ്റിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റും മരമൊക്കെ പൊട്ടി വീണ്. അപ്പോൾ പോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് റെഡിയാക്കി. ഈ പോസ്റ്റ് റെഡിയാക്കുമ്പോഴൊക്കെ പകൽ ഞാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ. നാളെ ഹരിതകർമ്മസേനക്കാർ വരുന്നുണ്ടെന്ന് അവർ കുറച്ച് എത്തുമ്പോൾ മെസ്സേജ് വിട്ടിട്ടായിരുന്നേ. അപ്പം ഒരുമാതിരിപ്പെട്ടൊക്കെ ഞാൻ പെറുക്കി വെച്ചാണ്. എന്നാലും കാറ്റിലൊക്കെ പെറുക്കി വെച്ചോടത്ത് ഇങ്ങോട്ട് പാറി വന്ന് ചളിയിൽ വീണ് കിടക്കുന്ന കവറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പെറുക്കി റെഡിയാക്കി വെക്കാം. ഇപ്രാവശ്യം അവർ പ്ലാസ്റ്റിക് കവറും ചില്ലുകുപ്പിയാണ് കൊണ്ടുപോകണേന്ന് പറഞ്ഞത്. അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതൊക്കെ ഇവിടെയായിരുന്നു വെച്ചത്. വെള്ളം കയറിയിട്ട് ആകെ ഇതായിട്ടുണ്ട് കേട്ടോ. ചില്ലുകുപ്പി പ്ലാസ്റ്റിക് അതൊക്കെ ചില്ലായിരുന്നു. ചില്ലൊക്കെ ഞാൻ കവറിലാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഭയങ്കര. ഇനി വന്നിട്ട് ഇനി ഏതായാലും നാളെ ഞായറാഴ്ച ഞങ്ങൾ ഇങ്ങോട്ട് പോരും കേട്ടോ. ഞായറാഴ്ച വന്നിട്ട് ബാക്കിയൊക്കെ വൃത്തിയാക്കാം. ഇതൊക്കെ ചില്ലാട്ടോ. ഇതൊക്കെ പൊട്ടിയ ചില്ല്. ഇതൊക്കെ കണ്ടില്ലേ പൊട്ടിയ ചില്ലുകൾ കണ്ണാടിൻ്റെ ഒക്കെ. പക്ഷെ ഇത് കവറ് മാറ്റേണ്ടി വരും. ഇതിങ്ങനെ ചളി പിടിച്ചില്ലേ. ഒരു വേറെ കവറിലിട്ടിട്ട് വെക്കാമല്ലോ ആദ്യം. പക്ഷെ ചാക്കലിട്ടിട്ട് ചാക്ക് കയറി. അടുത്തേക്ക് എവിടെ ചാക്ക് കയറി? ചാക്ക് കയറി. ഇതൊക്കെ ചില്ലല്ലേ. ചില്ല് കൊണ്ട് ചാക്ക് കയറി. അതല്ല അത് ഇടട്ടെ. ചില്ല് പുറത്തേക്ക് കടന്നില്ലേ. ചാക്ക കീറിയാലും നല്ലോണം കീറി. ഇത് അവർക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അതെന്താ ഇത്രയും വരാൻ കാരണം എന്താ പറയുക, 3-4 മാസമായിട്ടേ 4 മാസമായിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ വരുമ്പോൾ ഞാനിവിടെ ഇല്ലല്ലോ. പൈസ നമ്മൾ അവിടെ നിന്ന് കൊടുക്കും, പക്ഷേ സാധനം കൊണ്ടുപോകാൻ കഴിയില്ല.
ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മാസം എന്തായാലും അവരിവിടെ വീട്ടിൽ വന്നിട്ട് എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചാൽ മതി, അവരെടുത്തോളാമെന്നുണ്ട്. ഇനി ചുറ്റിനും ഒക്കെ വൃത്തിയാക്കാനുണ്ട്, വന്നിട്ട് അടിച്ചു വരാം. ഇനി ഞായറാഴ്ച വന്നിട്ട് ഇപ്പോൾ സന്ധ്യ, ഇപ്പോൾ സമയം സന്ധ്യയായി, 6 മണിയായി. 6 മണിയായോ? നമുക്ക് വീട്ടിലെത്തണ്ടേ? ഇനി എന്താണെന്ന് നോക്കാം. ഇപ്പൊ 6:30 ആയിണ്ടോ? ഇപ്പം കണ്ടില്ലേ, നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിൽ രക്തബന്ധത്തിലുള്ള ആളുകളല്ല, നമ്മളെ അറിയാത്ത ആളുകളാണ് കേട്ടോ അവിടെ എല്ലാവരും പരസ്പരം സഹായിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ഇവിടെ വീടിന് ചുറ്റും വെള്ളം കയറിയപ്പോഴും ഇവിടെ മരം പൊട്ടി വീണിട്ട് പോസ്റ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴൊക്കെ എന്താ പറയുക, ഈ ഒരുപാട് കൂട്ടുകാർ ഞങ്ങളെ അന്വേഷിച്ചു കേട്ടോ. നമ്മളെ വീഡിയോ കാണാതെ തന്നെ നമ്മളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സേഫാണോ, സേഫാണോ, മക്കൾ സേഫാണോ എന്ന് വിളിച്ച് അന്വേഷിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപക്ഷെ നമ്മളെ ബന്ധുക്കൾ നമ്മളെ അങ്ങനെ അന്വേഷിച്ച് കാണില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കൂട്ടുകാർ അല്ലേ, എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കൾ സുരക്ഷിതരാണോ, മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പം നമ്മളെ അവസ്ഥ കണ്ടിട്ട് നമ്മളെ അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി സ്നേഹം മാത്രം എല്ലാവരോടും. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഓണാക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം പിടിച്ച് വെച്ചതായിരുന്നു വീഡിയോ. അവനോട് പിടിക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ അവൻ പറഞ്ഞാണ് കേട്ടോ പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് കട്ട് ചെയ്യണ്ട, അവൻ തന്നെ പറഞ്ഞ വോയിസിലിരിക്കട്ടെ എന്ന് കേട്ടോ. ബാക്കിയുള്ളത് അവൻ്റെതാണ്. ഇതാ മമ്മീൻ്റെ കവുങ്ങാണ് പൊട്ടി വീണേ, കാണിച്ചുതരാം. ഇനി അവിടുന്ന് പൊട്ടി വീതി എന്ന് പറഞ്ഞതൊക്കെ ഈ പോസ്റ്റിലേക്ക് വീണിട്ടാണ് പോസ്റ്റ് കിട്ടി. പിന്നെ ഇനി അടുത്തത് എങ്ങോട്ടാണെന്ന് അറിയോ, ഇവരെ വീടിന് മുമ്പിലേക്കാണ്. എപ്പോഴാണ് വീഴുകയെന്ന് ഇനി അറിയില്ല. ഞങ്ങൾ വന്നത്തേക്കും ഇവിടെ പുല്ലും കാടും പിടിച്ച് കിടക്കുന്നു. കൈ കൊണ്ടാക്കല്ലേ, അടിച്ചു വയ്ക്കോ. വെള്ളം നനവുണ്ടായിട്ടേ, വെള്ളം നനഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കാടും പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നേ. അപ്പം അടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടോ വൃത്തിയായി. ഇനി ഞങ്ങൾ അമ്മ വീട്ടിൽ പോവാ. ഇനി ഞായറാഴ്ച ഞങ്ങൾ ഇവിടേക്ക് വരും. ഇത് കിട്ടിയിരുന്നത് ഏടെ? ഇതെന്താണ്, മുട്ടായിയോ? ഒരു കഷ്ണം മിഠായി ചോദിച്ചിട്ട് കുടു തന്നത് കണ്ടോ? ഇതെന്താ കുടു? ഒരു കഷ്ണം അമ്മച്ചിന് കൊടുക്ക്. അമ്മച്ചനല്ലേ മേടിച്ചു കൊടുത്തിരുന്നേ? പൊട്ടില്ലേ? അമ്മച്ചിന് അത്രയും കിട്ടിയോ? ഇത്രയും കിട്ടി. അമ്മച്ചിന് അത്രയും കിട്ടി, ഇക്ക് കിട്ടിയില്ല. അത് ഇക്ക് വേറെ ഒരു കഷ്ണം തരുമോ? എവിടുന്നാണ് എടുത്ത് തരുന്നേ? അതൊന്നോ രണ്ട് വയ്ക്ക പറ്റാവൂല. ഞാൻ മടുത്തുണ്ട്, അതുകൊണ്ട് എന്നോട് ഞാൻ ഒന്നും ചെയ്യാനാവില്ലായിരുന്നു. പിന്നെ വന്നിട്ട് പച്ചപ്പോയി അടിച്ചു കഴിച്ചിട്ട് പണിയായില്ലേ, അതും കൊലായും ഒക്കെ അടിച്ചു കരി ചക്ക രണ്ട് ചക്ക രണ്ടും വരിക്ക പഴുത്ത്. എങ്ങനെ വെട്ടും? നമ്മളിപ്പോ വെട്ടേ പഴുത്തൊക്കെ വെട്ടിയിട്ട് എന്താക്കും? തിന്നണം. ഉപ്പിട് ബോധം കെട്ട് കളിക്കല്ലേ. എനിക്ക് ഈ പൊടിയുപ്പായിട്ടാണ് ഇടങ്ങേറ്. വെള്ളം വെള്ളം ഒഴിക്കാത്ത എന്താ അറിയോ, എന്താന്നറിയില്ല. നാളെ ഉപ്പ് എന്തോ ഒരു കളറ്, നീല കളറ് വെള്ളത്തിന്. അത് എന്തെങ്കിലും ഒന്ന് കാണുന്നുണ്ടാവും. അപ്പൊ ചുമന്ന കളറ് എന്റെ ഓർമ്മയിൽ എന്താ ഉള്ളത് പറഞ്ഞാല് ഈ ബീട്രൂട്ട് അരിഞ്ഞ് കയ്യിലോണ്ട് അപ്പോൾ ആദ്യം കുഞ്ഞു കുഴക്കണ്ട, അമ്മ കുഴച്ചോളാം. അമ്മ എന്നാ മറ്റേ
ആ തോട്ടം ഇല്ലേ അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഡാൻസ് അല്ല, അതില്ലേ അവിടെ ചെന്നപ്പോ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇടാ, ഷോർട്സ് എന്തെങ്കിലും ഒന്ന് ഇടാന്ന് പറഞ്ഞ് എടുത്തതാ. എന്നിട്ടുണ്ടല്ലോ അധികം അങ്ങോട്ട് ഇതാക്കില്ല. അപ്പൊ അതമ്മ കണ്ടില്ലല്ലോ. ഞാനൊന്നും കണ്ടില്ല മോളെ. അമ്മമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. അതെ, അച്ഛൻ ഇങ്ങനെ കാണുന്നല്ല അമ്മമ്മേനെ. ഞാൻ കണ്ടോ മണം എന്താണോ? ഇത് പൊടിയിലെ മണം. ഇതെന്ത് മണാന്ന്? നേരത്തെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് മണം കേട്ടിട്ട് ഇച്ചി മീമിന് വീണു. ആണോ? എടാ ഇറച്ചി മീമിന് മണം കിട്ടി. എന്നപ്പൊ ദോശ ഉണ്ടാക്കി തരാം കേട്ടോ. കലക്കി പാരാ. വിസിലടിച്ചപ്പോ വിസില് 3-4 വിസിലടിപ്പിച്ചിട്ട് ഞാൻ എല്ലാട്ട് പോവല്ലേ. അപ്പത്തേക്ക് മണം വന്നു. ഒന്നുമില്ലാത്തത് അടിച്ചിട്ട് മണത്ത് ഒക്കെ മണത്ത്, എല്ലാവർക്കും മണത്ത്. അങ്ങനെ മനസ്സോട് കരുതി. ഇവിടെ നിൽക്കാൻ അത് കുഴക്കട്ടെ. ഇവിടെ നിൽക്ക് കുഴക്കട്ടെ. കസാര എടുത്ത് ഇല്ല. കളിക്കാൻ വാ. ഇല്ല വേണ്ട. അങ്ങനെ പിന്നെ വൈകി ഞങ്ങൾ അവിടുന്ന് വേഗം തിരിച്ചു പോകുന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ മിഠായി ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ. ഇന്നലെയും കൊണ്ടുവന്നില്ല, മിനിയാന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അപ്പം ഞാൻ പറയും വരുമ്പോൾ കട അടവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിതാക്കും കേട്ടോ. പരമാവധി മിഠായി ഒഴിവാക്കലാണ്. പിന്നെ വല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കൊടുക്കും, ഇല്ല എന്നല്ല കേട്ടോ. അപ്പം അച്ഛൻ അവിടെ വാങ്ങിക്കൊണ്ടുവച്ചൊരു മിഠായി ഉണ്ടായിരുന്നു, അതെടുത്ത് തന്നാണ് കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലയെന്ന് കണ്ടപ്പോൾ. പിന്നെ അമ്മയാണെങ്കിൽ ഇന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പണി കഴിഞ്ഞ് വന്നാൽ അമ്മ ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പണി കഴിഞ്ഞ് വന്നിട്ടും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് കൊടുവിനെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രിക്കത്തേക്കുള്ള ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ചാൽ, അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട്. അത് കറി റെഡിയാക്കുകയാണ് അമ്മ. അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞു, 7:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. കൂടഞ്ഞിന്ന് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോണത്. ഒരുവിധം എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ പെറുക്കി വെച്ചോളൂ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ വേഗം ദോശ, ഗോതമ്പ് പൊടി കലക്കി ദോശ ഇട്ടു. ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അരി വേഗം അരച്ച് വെച്ച് പിന്നെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ, അമ്മ കിടന്നോ എന്ന് പലവട്ടം പറയുന്നുണ്ട്. പിന്നെ ഈ മക്കളെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ എന്തായാലും കഴിയില്ലല്ലോ. അപ്പോൾ അത് തീരട്ടെ ഇത് തീരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാം കഴുകി തുടച്ച് പാത്രങ്ങളെല്ലാം കഴുകി ഒക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ച് കിടന്ന സമാധാനം. രാവിലെ ഇന്ന് പിന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ട കേട്ടോ, ഇത് ഇന്നലത്തെയാണ്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പണിയില്ലാത്ത കാരണം ഒരു സമാധാനം ഉണ്ട്. എന്നാലും അമ്മയ്ക്ക് മേലൊക്കെ വേദനയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനും കിടന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിലൊക്കെ സ്റ്റിച്ച് വണ്ടിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണിട്ട് കൈക്കൊക്കെ മുറിവുണ്ടേ. അപ്പോൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലൈക്ക് തരുന്നവർക്കും അതുപോലെ കമൻറ്റ് തരുന്നവർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.